വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളൊരു എന്താ പറയാ റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല, ഒരു ക്ലാരിറ്റി. അതായത് കുറെ പേര് ഇപ്പൊ ഈയിടെയായിട്ട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് കമന്റ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ജുബിയും, അതായത് എന്താണ് എപ്പോഴും ജുബിന്റെ വീട്ടില് എന്താണ് എന്റെ വീട്ടിലേക്ക് പോവാത്തത്, അതാണ് നമ്പർ 1 ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ തമ്മിൽ തെറ്റിയോ, എന്റെ വീട്ടുകാർ തമ്മിൽ തെറ്റിയോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ അവരെന്താണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്, എന്താണ് അവര് വീഡിയോയിൽ വരാത്തത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് ബാസിക്കാക്കന്റെ അവിടുത്തെ ഷോപ്പിൽ ഞാൻ മോഡൽ ആവുന്നില്ല, എന്തുകൊണ്ട് നമ്മളിപ്പോ പുറത്തത്തെ പ്രൊമോഷൻസ് എടുക്കുന്നു, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഇത് ചോദിക്കുന്നത് സ്വാഭാവികമാണ് കേട്ടോ, ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മളെല്ലാവരും അങ്ങനെ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയം തന്നെയാണ് കൂടുതൽ നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ എപ്പോഴും വീഡിയോസ് ഇടുമ്പോഴൊക്കെ എല്ലാവരും കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവന്റെ ഫാമിലി എന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറയാ ഈ ഉണ്ടാവില്ലേ കല്യാണത്തിന് ഈ വരൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ പെങ്ങളെ കല്യാണത്തിന് ഞാൻ ചെയ്യാതിരിക്കോ, എന്ത് ചോദ്യമാണ് അതൊക്കെ, എനിക്കറിയില്ല. ഞാൻ എല്ലാവരും വിളിക്കല്ലേ വേണ്ടത്, ഇത് ഞാൻ ഉണ്ടാവുമോ എന്നുള്ളത് എന്ത് ലോജിക്കുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയില്ല. പിന്നെ അതും ചിലപ്പോൾ ഇതേപോലെ യൂട്യൂബിൽ അവരാരും കാണിക്കാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ജുബിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്, അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ബിസിനസ്സിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, നമുക്ക് എല്ലാവർക്കും ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ജോബായിട്ടോ ബിസിനസ്സായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം വേണം. ഒരിക്കലും നമുക്ക് യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഞങ്ങളങ്ങനെ ചെയ്യുന്നുമില്ല. നമുക്ക് എന്തായാലും ഒരു ബിസിനസ് വേണം. അപ്പൊ അതിന്റെ ഒരു ഒരുക്കത്തിലാണ്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റ് ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ആൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കുറെ ഒന്നും ആയിട്ടില്ല കേട്ടോ, ഞങ്ങള് അവിടുന്ന് മാറി നിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് 2 മാസം 1.5 മാസം 2 മാസം 2 മാസം മാക്സിമം. പക്ഷെ അതിന്റെ ഇടയിൽ ഓലൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അതായത് ഞങ്ങൾ കാസർഗോട്ടേക്ക് കല്യാണത്തിനൊക്കെ ഒരുമിച്ച് പോയതൊക്കെ വീഡിയോ ഉണ്ടായിന്. പിന്നെ ബിസിയായി. പിന്നെ അതല്ല, നമ്മളിപ്പോ ഹലാസിന്റെ ഒന്നും വീഡിയോസ് ചെയ്യാറില്ല, ഷോപ്പിന്റെ ഒതുക്കത്തെ ഷോപ്പിന്റെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഒക്കെ പുറത്തത്തെ പ്രൊമോഷൻസ് ആണ് ചെയ്യുന്നത്. പുറത്തത്തെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ആണ്, എല്ലാവരും നമുക്ക് ക്യാഷ് തന്നിട്ടാണ് നമ്മൾ പോയി ചെയ്യുന്നത്. സോ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പുറത്തത്തെ പെയ്ഡ് പ്രൊമോഷൻസ് നമ്മൾ ചെയ്യുന്നു. അതായത് അവിടുത്തെ പെയ്ഡ് എല്ലാത്തിനും പരാതി വരെ അങ്ങനെ അല്ല കേട്ടോ. പിന്നെ പുറത്തത്തെ പ്രൊമോഷൻസ് ഇപ്പൊ കൂടുതലായിട്ട് ചെയ്യാറുമുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് പിന്നെ ഫണ്ടിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പിന്നെ ഇവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ എന്താ പറയാ, അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ തന്നെ എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട്. എന്റെ അറിവിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ഫാമിലിയേ ഇല്ല. അത്രയും തോന്നെ പ്രശ്നങ്ങളല്ല. പല ഫാമിലിത്തെ പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മളതൊന്നും ഒരു പ്രശ്നമല്ല. ഇവർക്ക് കൺഫ്യൂഷൻ ആവുണ്ടാവില്ല. അതായത് ചുരുക്കി പറയട്ടെ, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളത് പറയാ, പിന്നെ അവിടുന്ന് പറയാ, അത് പറയാ, അതൊന്നും ഒരിക്കലും നമ്മളെ ഭാഗത്ത്, അത് നമ്മളെ സ്റ്റാൻഡേർഡ് അല്ല, അതൊരിക്കലും നമ്മൾ ചെയ്യൂല, ഇതുവരെ ചെയ്തിട്ടുമില്ല. ഇപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ആണ് കൂടുതൽ ഇപ്പൊ വരുന്നത്. എന്താണ് അങ്ങോട്ട് പോവാത്തത്, പിന്നെ തെറ്റാണോ, എന്താ പറയാ, വെറൈറ്റി ഒക്കെ ജുബിക്കാരുണ്ടാവും. കാരണം ജുബിയാണ് കമന്റ്സ് വായിച്ചിട്ട്, അത് പിന്നെ ആദ്യമുണ്ട് അല്ല, ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നത് എന്നുള്ളത്, എന്റെ വൈഫ് ഹൗസിൽ നിക്കുന്നതിന് എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും അതിനൊരു എതിർപ്പ് പറയുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത് എന്റെ ഫ്രീഡം അല്ലേ, ഞാൻ എവിടെ നിൽക്കണം എന്നുള്ളത് എന്റെ ഫ്രീഡമാണ്. അത് വെച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാതിരിക്കലില്ല, ഞാൻ എന്റെ വീട്ടിൽ പോവലുണ്ട്. ഞാൻ എന്റെ വീട്ടില് കഴിഞ്ഞ ആഴ്ച പോയി, അതിന്റെ മുമ്പത്തെ ആഴ്ച പോയി, ജുബിനേറ്റും പോയി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ ഞങ്ങളെ തെറ്റേക്ക് കയറാം. കാരണം അപ്പൊ നിങ്ങൾ അറിയണില്ലല്ലോ ഞങ്ങൾ പോകണ്ടോ ഇല്ലേന്ന്. പിന്നെ എന്റെ വീട്ടുകാരും ഇങ്ങോട്ട് വരലുണ്ട്. ഇന്നലെ എന്റെ വീട്ടുകാർ വന്നിരുന്നു, ഇവിടുത്തെ കല്യാണം പറയണ്ടേ. ഇവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഫർസൂന്റെ വീട്ടിലേക്കുള്ള വഴി അവർക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവരെ ഞാനാണ് കൊണ്ടാക്കിയത്, അവരെ തിരിച്ചു വീട്ടിൽ അവിടെ കൊണ്ടാക്കി കൊടുത്ത് ഒക്കെ ചെയ്ത് ഒക്കെ ഇതിന്റെ ഇടയിൽ അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര മടിയാണ്. ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇവള് പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും ഒക്കെ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഓളെ കെയർ ചെയ്യാൻ വേണ്ടി ഓളെ കൂടുന്ന, അപ്പൊ ഇവളും പറയാം നമുക്ക് വീഡിയോ എടുക്കാം, ഓക്കെ
വീഡിയോ എടുക്കാം. പിന്നെ കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നില്ല. ആ ഒരു സമയത്തുള്ള ഫണ്ണി മൊമെന്റ്സ്, ഇപ്പോ നമ്മള് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഓരോ പൊട്ടത്തരം പറയും. അങ്ങനത്തെ ഓരോ കൂടുതൽ ഫണ്ണി ആയിട്ട് ഉണ്ടാവില്ല ഇവളെ പൊട്ടത്തരങ്ങൾ തന്നെയാണ്. എന്റെ നാക്കും ഇവളെ പൊട്ടത്തരും, അതാണ് നമ്മുടെ ചാനലിലൊരു ഹൈലൈറ്റ്. സോ അതാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൊട്ടത്തരത്തിന് കുറവൊന്നുമില്ല കേട്ടോ. പൊട്ടത്തരം ഇപ്പൊ കൂടിയിട്ടേ ഉള്ളൂ. ശിവം കൂടി വന്നപ്പോ എക്സ്ട്രാ കൂടിയിട്ടേ ഉള്ളൂ. ഡെയിലി ഓളമാൻ്റെക്ക് നോക്കി കേൾക്കും, അതൊക്കെ കൂടിയിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കമന്റാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നത്. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിൽ ഈ ഒരു കമന്റാ, എന്താണ് അങ്ങോട്ട് പോവാത്തത്, ഇനി അങ്ങോട്ട് ജീവിതത്തിൽ പോണില്ലേ, ഇനി അങ്ങോട്ട് പോവാതിരിക്കോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമുക്കൊരിക്കലും ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ വ്ളോഗ് കാണുന്നോണ്ടായിരിക്കും. അതായത് കാലാകാലം ഒരേ കാര്യം തന്നെ ചെയ്തിട്ട് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല. അവിടെ നിന്നല്ല എവിടെയും ജീവിക്കാൻ പറ്റൂല. നമുക്ക് നമ്മളതായ ഒരു ലൈഫ് ആയില്ലേ. ഇപ്പൊ എനിക്കൊരു ബേബി ആയി. അപ്പോ ഇപ്പൊ സാധാരണ എല്ലാവരും വീട്ടിലും ഇല്ലേ നമ്മള് വേറെ വീട് വെച്ച് മാറുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനൊന്നും വീട് വെക്കാനുള്ള ഒരു സാമ്പത്തികം നിങ്ങൾക്ക് ആയിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ ഫ്യൂച്ചറിൽ പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിന് നമ്മളും കൂടി ഹാർഡ് വർക്ക് ചെയ്യണ്ടേ, മനസ്സിലായോ? നമുക്ക് ഒരു എന്താ പറയാ, ഒരാൾക്ക് ബാധ്യതയായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ഉമ്മാക്കും അപ്പൊക്കെ ആണെങ്കിലും ഓൾക്ക് ബാധ്യതയായിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിൽക്കുന്നതാണ്. അതായത് എന്റേതായ ഒരു സ്റ്റാർട്ടപ്പ്, എന്റെ ഒരു ബിസിനസ് തുടങ്ങാന്നുള്ള പ്ലാനിലാണ് ഞാൻ മാറി നിന്നിട്ടുള്ളത്. അല്ലാതെ എനിക്ക് വേറെ അങ്ങനെ ഉദ്ദേശങ്ങളൊന്നുമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തുകൊണ്ട് അവിടെ ഞാൻ വർക്ക് ചെയ്യണില്ല, എന്തിന്റെ പുറത്തുള്ള പ്രൊമോഷൻസ് എടുക്കുന്ന അത് പക്ഷെ ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയതാട്ടോ. അതെനിക്ക് തോന്നുന്നു അതും ഈ ഒരു ക്വസ്റ്റ്യന് വലിയൊരു കാരണമായിരിക്കും. അതായത് നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ എപ്പോഴും പറയുന്നിട്ടോ, നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്മളെ ചാനലിലെല്ലാം കൂടുതൽ ഇട്ടിരുന്നതും ഫാമിലി വ്ളോഗുകളാണ്. അതായത് അവരെ കൂടെ ഉള്ളതും നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. സോ അത് നിങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റാണെന്നോ അങ്ങനെ കമന്റ് ഇടരുതെന്നോ അങ്ങനെ എല്ലാം ചോദിക്കണത് ഒരു ക്ലാരിഫിക്കേഷൻ തരികയാണ്, വേറെ ഒന്നുമില്ല. നമ്മളിങ്ങനെ എല്ലാ കമന്റ്സിനും റീപ്ലൈ കൊടുക്കാൻ വയ്യാതോ അങ്ങനെയുണ്ട്. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പോവാത്തത് എന്ന് ചോദിച്ചിനോ തെറ്റുണ്ടോ എന്ന് ചോദിച്ചിനോ എന്ന് ഞങ്ങൾ റിപ്ലൈ തന്നെ കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ കമന്റ് ഒഴിവാക്കല്ല, ഡിലീറ്റ് ആക്കലാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് റിപ്ലൈ ഞങ്ങൾ എന്താ കൊടുക്കുക, എന്താണ് പോവാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമന്റില് നമ്മളെ റിപ്ലൈ കൊടുക്കേണ്ടുന്ന ഒരു ലിമിറ്റ് ഇല്ലേ. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പോവാതിരിക്കുന്നത്. ഞങ്ങൾ അത്രയും ടൈപ്പ് ചെയ്യണ്ട, അതിലാറെ ഞങ്ങൾ ഇതേമാതിരി വീഡിയോയിലാണ് പറഞ്ഞാൽ പോരാ, പ്രശ്നം കഴിഞ്ഞില്ല. പിന്നെ ഇനിയിപ്പോ എന്തായാലും ഞാൻ ബിസിനസിന്റെ വഴിയിലായിരിക്കും. എന്റെ ബിസിനസ്സും കൂടി ആയിട്ട് പറഞ്ഞു കൊടുക്കും. ബിസിനസ് ഡ്രസ് തന്നെ, ലേഡീസിന്റെ ഡ്രസ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളത് ഫസ്റ്റ് നമ്മൾ ഓൺലൈനിലൂടെ നമ്മളെ ചാനലിലൂടെ തന്നെയാണ് അത് നമ്മള് പ്രൊമോഷൻ ചെയ്യുക. പ്രൊമോഷൻസ് പിന്നെ ഒരു മൂന്ന് മാക്സിമം ഒരു 4 മാസം കൂടി ആവുമ്പോഴേ നമ്മളെ ഷോപ്പിന്റെ പണികൾ ഫുള്ളായിട്ട് കഴിയുള്ളൂ. അതായത് നമ്മളെ ഷോപ്പ് എന്താ പറയാ തട്ടിക്കൂട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഹൈ ലെവലിൽ തന്നെയാണ്. മാഷാഅല്ലാഹ് കുറച്ച് റെഡി ആവും. അതിനുണ്ട് കുറച്ച് പണിയുണ്ട്. ഓള് പറയണ മാരൊന്നല്ല, നിങ്ങൾക്ക് അറിയില്ല ഷോപ്പൊക്കെ തുറക്കുമ്പോൾ ഇടങ്ങാറ്, നല്ല ഇടങ്ങാറാണ്. അല്ല അത് ഫുള്ള് ബാസിക്കാക്കന്റെ തലയിലാണ്. അതുകൊണ്ടാണ് ബാസിക്കാക്ക് ഒരുപാട് എന്റെ തലയില് മാത്രല്ല എന്റെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ പാർട്ട്നേഴ്സ് ഞാൻ പറയുന്നില്ല, പക്ഷെ ആൾക്കാരുണ്ട്, 2-3 ആൾക്കാരുണ്ട്. അതിന് ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ബിസിനസ് പിന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കാര്യത്തിലോ ഇതേപോലെ എന്നെ പോലെ തന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നെ പോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളൂ, ഞാൻ വലിയ സംഭവം ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിലർ ചോദിക്കലുണ്ട് എന്താണ് ബാസിത്തിന്റെ പണി, ബാസിത്തിന് എന്താ ജോബ്, എന്താണ് അവന്റെ വരുമാന മാർഗം, ആ ലെവലിൽ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാതെ ആ ചോദ്യത്തിന്റെ പിന്നിൽ തന്നെ ഉണ്ട് എന്താ കഴിഞ്ഞാല് ഒരിക്കലും നമുക്ക് യൂട്യൂബ് ഒരു വരുമാന മാർഗമായിട്ട് കണ്ടിട്ടൊന്നും ലൈഫ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും വിചാരം എല്ലാ മാസവും ലക്ഷങ്ങൾ ഇങ്ങനെ വരികയാണ്, ഒരു തേങ്ങയില്ല. അതായത് ലക്ഷങ്ങൾ കിട്ടാം, ഏതെങ്കിലും ഒരു മാസത്തിലൊക്കെ കിട്ടാം, നമുക്ക് റീച്ചുള്ള സമയത്തൊക്കെ കിട്ടാം. പിന്നെ ഗ്രാഫ് താഴോട്ട് പോകും, പിന്നെ മേലോട്ടും, പിന്നെ താഴോട്ട് പോകും. അങ്ങനെയാണ് ഇടാറില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു വട്ടോ മാസത്തിൽ 4 എണ്ണോ അങ്ങനെയൊക്കെ പ്രൊമോഷൻസിന്റെ വീഡിയോസ് ഇപ്പൊ ഉണ്ടാവലുണ്ട്. കാരണം അത്യാവശ്യം നല്ല പ്രൊമോഷൻസ് വരലുണ്ട്. പ്രത്യേകിച്ച് ഈ ചാനൽ 5 lakh ഒക്കെ കഴിഞ്ഞ ശേഷം കുറെ ആൾക്കാര് പിന്നെ പരസ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ കഴിയുന്നത് ചെയ്തു കൊടുക്കലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആകെ ഒരു എഫേർട്ട് എടുക്കില്ല അതിനേക്കാരം, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ എഫേർട്ടൊന്നും ഇപ്പൊ സത്യത്തിൽ എടുക്കില്ല. പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാ. പക്ഷെ റീച്ചും ഉണ്ട്, സബും ഡെയിലി കയറി പോകുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് എനിക്കറിയില്ല. അല്ല വീഡിയോസ് ഒന്നും ഇടാതെ തന്നെ പിന്നെ കയറി പോകുന്നുണ്ട്. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ കുറെ പേരുണ്ട്, നിങ്ങൾക്ക് അറിയാം.
പിന്നെ ആ കമന്റ് ഇടുന്നവരും ഒരു പിന്നെ 95% എബോവ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. അതായത് ഞങ്ങൾ തമ്മിൽ കോറലായിട്ട് അടിപിടിയായിട്ട് കാണണമെന്ന് വിചാരിക്കുന്നവരല്ല, നല്ലത് ചിന്തിക്കുന്നവർ തന്നെയാണ് കേട്ടോ. അത് ഞങ്ങൾക്കും അറിയാം. പിന്നെ അപ്പോ ഇനി ആരും അങ്ങനെ ചോദിക്കണ്ട, അതായത് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അല്ലേ, പിന്നെ പിന്നെ പറഞ്ഞോട്, അതായത് അങ്ങനെ ഒന്നും കണ്ടല്ലോ ക്യാമറന്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഒന്നാട്ട് കിട്ടൂല. ഞാൻ ഈ ക്യാമറന്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പടായിക്കാം, പക്ഷെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അടിക്കും. പിന്നെ അതല്ല, പിന്നെ നമ്മള് പുറത്തൊക്കെ പോകുമ്പോ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കണ്ടു കഴിഞ്ഞാല് ഞാൻ കുട്ടീനെ ജുബിന്റെ അഴിച്ചു കൊടുത്താണ് ഞാൻ എല്ലാം മുങ്ങും. അതായത് എനിക്ക് ഭയങ്കര മടിയാണ് അവരോട് ഫേസ് ചെയ്ത് സംസാരിക്കാനൊക്കെ. ജുബിക്ക് മടിയായിരുന്നു ആദ്യം, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാരും കണ്ടാലും നിന്ന് സംസാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ വേഗം അവിടുന്ന് വേഗം സ്ഥലം കലക്കിക്കോളും. ഈ ഒരു കഴിഞ്ഞിട്ട് വാട്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം മുങ്ങും. അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഒരിക്കൽ ഞാൻ ഫോട്ടോ എടുത്തു കൊടുക്കും. എന്നാലും ഞാൻ സെൽഫി ഒന്നും എടുക്കൂല, പക്ഷെ അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കും. അതിപ്പോ എന്തിനാ ഇവിടെ പറഞ്ഞു? സത്യത്തിൽ ഇപ്പൊ നമ്മളെന്തിനാ വീഡിയോ ഇട്ടേ? നമ്മളെ വീഡിയോ ഇട്ടത് ഇപ്പൊ ദയവ് ചെയ്ത് അങ്ങനത്തെ കമന്റ്സ് ഇടരുത്. ഇടുന്നവരോടാണ് നമുക്ക് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങളെ കമന്റ് കാണുമ്പോ നമുക്ക് അല്ല, ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ല, അത് ഫാമിലി പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവനാന്റെ ഫാമിലി നടക്കുന്ന കാര്യം പുറത്തറിയാൻ നമ്മൾ ആഗ്രഹിക്കൂല, നമ്മൾ പറയില്ല, സംസാരിക്കൂല, കണ്ടന്റും ആക്കൂല, നമ്മൾ പുറത്ത് ലീക്ക് ആക്കൂല. ആക്കേണ്ടി വന്നാൽ നമ്മുടെ ചാനലിലൂടെ എല്ലാവരും പോസിറ്റീവ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതുവരെ. അതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പോസിറ്റീവ് കണ്ടന്റ് ആണ്, എപ്പോഴും നിങ്ങൾക്ക് ഫണ്ണി ചിരിക്കാനുള്ളതോ അല്ലെങ്കിൽ എൻജോയ്മെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യലുള്ളൂ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, ഒരു നെഗറ്റീവ് കണ്ടന്റ് ആയിട്ട് അങ്ങനെ ചെയ്യൂല കേട്ടോ. നെഗറ്റീവ് റിയാക്ഷൻസ് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതും പറഞ്ഞു വരേണ്ട, റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കമന്റ് ഇട്ടതിന്റെ കോലം കൊണ്ടുള്ള റിയാക്ഷൻസ് ആണ്. പിന്നെ അത്രേ ഉള്ളൂ അല്ലെ, പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇല്ല. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടു. പക്ഷെ എന്താണ് പോവാത്തത് എന്ന് ചോദിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനും ഇവിടെ ഹാപ്പിയാണ്, ജുബിയും ഇവിടെ ഹാപ്പിയാണ്, കുട്ടിയും ഇവിടെ ഹാപ്പിയാണ്, ഓലും അവിടെ ഹാപ്പിയാണ്, എല്ലാരും ഹാപ്പിയാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.